ചമ്പാവതിയിലെ നരഭോജി നൈനാനിറ്റിൽ വെച്ചാണ് ഞാനും ഡെപ്യൂട്ടി കമ്മീഷണർ ബെർത്തുഡും കണ്ടുമുട്ടിയത്. മിസ്റ്റർ കോർബറ്റ്, ചമ്പാവതിയിലെ ഗ്രാമീണർ ഭയം കൊണ്ട് വീടിന് പുറത്തിറങ്ങുന്നില്ല. എന്താണ് കാരണം മിസ്റ്റർ ബർത്തുഡ്? എന്ത്, പെൺകടുവയോ? ആകെ 434 പേര് അത് കൊന്നുകഴിഞ്ഞു. ആ പാവം ഗ്രാമീണരെ രക്ഷിക്കാൻ ഇനി നിങ്ങൾക്കേ കഴിയൂ. അവിശ്വസനീയം. മിസ്റ്റർ ബർത്തുഡിൻ്റെ നിർബന്ധം കൊണ്ട് ചമ്പാവതിയിലേക്ക് ചെല്ലാമെന്ന് ഞാൻ വാക്കു നൽകി. വൈകാതെ പാലി ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ കടുവ പിടിച്ചതായി വിവരം കിട്ടി. ഞാനും സംഘവും വേഗം പുറപ്പെട്ടു. 26 കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞു. ഈ രാത്രി ഓബിദുറയിൽ തങ്ങാം, നാളെ വൈകിട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങാം. ഓ, വല്ലാത്ത വഴി തന്നെ. പിറ്റേന്ന് വൈകുന്നേരം. ആരും പുറത്തിറങ്ങുന്നില്ലല്ലോ. സന്ധ്യയ്ക്ക് മുമ്പേ എല്ലാവരും കടുവയെ ഭയന്ന് അകത്തു കയറിയിരിക്കും. ഈ പരിസരമെല്ലാം വൃത്തിഹീനമാണല്ലോ. ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് അകലെ പോകാൻ ആളുകൾ ധൈര്യപ്പെട്ടില്ല. ഞങ്ങൾ ചായയിട്ടു. ഞാനത് കുടിക്കുമ്പോൾ സംഘത്തിൽ ഒരാൾ മുകളിലേക്ക് വെടിപൊട്ടിച്ചു. വെടിശബ്ദം കേട്ട ഗ്രാമീണർ ആശ്വാസത്തോടെ പുറത്തേക്കിറങ്ങി. ഗ്രാമത്തലവ, നിങ്ങൾ ഇരുട്ടും മുമ്പ് വാതിലടച്ചു കളഞ്ഞല്ലോ. സാബ്, ആ വഴിയിലൂടെ പോകുന്ന കടുവയുടെ അലർച്ച ഞങ്ങൾ മിക്കവാറും കേൾക്കാറുണ്ട്. വയലിൽ നിന്ന് ചിലർ അതിനെ കാണുകയും ചെയ്തു. അത് എത്രയോ പേരെ കൊന്നു. അതുകൊണ്ട് പുറത്തിറങ്ങാത്തത്. ഞങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ട് സാബ്. ശരി, ഈ രാത്രി ഞാൻ തോക്കുമായി കാവലിരിക്കാം ആ മരച്ചോട്ടിൽ. അയ്യോ വേണ്ട സാർ, ആ കടുവ അപകടകാരിയാണ്. എനിക്കതിലൊട്ടും ഭയമില്ല. അരുത്, ജീവൻ അപകടത്തിലാക്കരുത്. സാബ്, താങ്കൾക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാം. സഹായികളായ 7 പേരെ ആ വീട്ടിൽ സുരക്ഷിതരാക്കി ഞാൻ ഗ്രാമത്തിൽ നിന്നകലെ മരച്ചുവട്ടിൽ കടുവയെ കാത്തിരുന്നു. പക്ഷെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നതും അപകടമാണ്. എൻ്റെ ചലനം കടുവയെ ആകർഷിച്ചേക്കാം. ആ കൊടും തണുപ്പിൽ ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. പിറ്റേന്ന് ഗ്രാമീണരുടെ ബഹളം കേട്ടാണ് ഞാൻ ഉണർന്നത്. നോക്കൂ, സാബിന് കുഴപ്പമൊന്നുമില്ല. അത്ഭുതം, അദ്ദേഹത്തെ കടുവ തൊട്ടിട്ടില്ല. ആരാ? ഓ, നിങ്ങളോ? അവരെന്നെ ആഘോഷപൂർവ്വം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ കടുവയെ ഭയപ്പെടാനില്ല എന്ന് മനസ്സിലായില്ലേ? ഇനി ആളുകളെ എവിടെ വെച്ചെല്ലാമാണ് കൊന്നത് എന്ന് കാണിച്ചു തരൂ. അയ്യോ, അതിന് ഞങ്ങളില്ല സാബ്, പേടികൊണ്ടാ. അതെ, അതിന് മാത്രം വിളിക്കല്ലേ. ഏറ്റവും ഒടുവിൽ കടുവയുടെ ആക്രമണമേറ്റ സ്ത്രീകളെക്കുറിച്ച് ഒരു ഗ്രാമീണൻ പറഞ്ഞു. സ്ത്രീകൾ കാട്ടിൽ ഇലകൾ ശേഖരിക്കാൻ പോയ കഥ. സൂക്ഷിക്കണം, ഇവിടെ കടുവയുള്ളതാ. ഓ, നമ്മൾ ഇത്രയും പേരില്ലേ? അവർ മരങ്ങളിൽ കയറി ഇല പറിക്കുമ്പോൾ എന്റെ പശുക്കൾ വിശന്നു കിടന്ന് കരയുകയാ. എന്റെ പെട്ടെന്ന്, അയ്യോ കടുവ! കടുവ ഒരു സ്ത്രീയെ പിടികൂടി കാട്ടിലേക്ക് കൊണ്ടുപോയി. ഭയന്നുപോയ മറ്റു സ്ത്രീകൾ ഗ്രാമത്തിലെത്തി വിവരം പറഞ്ഞു. പക്ഷെ അന്വേഷണം ഫലപ്രദമായില്ല. പിറ്റേന്ന് കടുവയുടെ കാൽപ്പാടുകൾ തേടി ഞാൻ ഗ്രാമത്തിന് ചുറ്റും സഞ്ചരിച്ചു. ഈ വഴിയായിരിക്കണം അത് പോയത്. തിരിച്ചെത്തിയ ഞാൻ ഗ്രാമീണരെ സംഘടിപ്പിച്ചു. നിങ്ങൾ ആയുധങ്ങളുമായി വന്ന് കാടിളക്കണം, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി സാബ്. പലരെയും കടുവ പിടിച്ച കഥകൾ പലരിൽ നിന്നും ഞാൻ കേട്ടു. അവിടുത്തെ തഹസിൽദാരും ഞാനുമായി പരിചയത്തിലായി. അപ്പോൾ ഒരാൾ ഓടി അവിടെ എത്തി. സാബ്, ഒരു പെൺകുട്ടിയെ കടുവ പിടിച്ചു, ഓടി വരണേ. ഞാനിതാ വന്നു കഴിഞ്ഞു തഹസിൽദാർ, ഞാനിപ്പോൾ വരാം. ഞാൻ കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു. എല്ലിൻ കഷ്ണങ്ങൾ. പെട്ടെന്ന് കുറെ മൺകട്ടകൾ താഴെ വീഴുന്ന ശബ്ദം. നോക്കുമ്പോൾ അതാ മുകളിൽ കടുവ. എന്തുകൊണ്ടോ കടുവ എന്നെ ആക്രമിച്ചില്ല. ഞാനതിനെ പിന്തുടർന്നു. പുല്ലിൽ ചോരത്തുള്ളികൾ. പാവ പെൺകുട്ടി. വനം നിരീക്ഷിച്ച് കടുവയുടെ വിശ്രമ സങ്കേതങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഞാനും തഹസീൽദാരും കൂടി ആളുകളെ സംഘടിപ്പിച്ചു. പെൺകുട്ടിയുടെ പാവാടയും ശരീരാവശിഷ്ടങ്ങളും കിടന്ന സ്ഥലത്തെത്തി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വെടിപൊട്ടിക്കണം, തമ്പേറടിച്ച് ശബ്ദമുണ്ടാക്കണം. ശരി സാബ്, ഞങ്ങൾ അക്കാര്യം ഏറ്റു. ശബ്ദം കേട്ട് കടുവ പുറത്തു വരും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാൽ ഞാൻ നിർദ്ദേശം നൽകുന്നതിന് മുമ്പേ മലമുകളിൽ നിന്ന് ഗ്രാമീണർ തുടർച്ചയായി വെടിപൊട്ടിച്ചു. അവരുടെ ബഹളം കേട്ട് മലഞ്ചെരുവിലൂടെ കടുവ കുതിച്ചു. അതാ അവൻ! തഹസീൽദാർമാരുടെ വെടിമുഴങ്ങിയതും കടുവ അത് വന്ന വഴിയെ പായാൻ ഒന്ന് തിരിഞ്ഞു. ആ നിമിഷം ഞാൻ വെടിപൊട്ടിച്ചു. അത് നിന്നല്ലോ.
ഒരുപക്ഷെ വെടി കൊണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതിന് വെടിയേറ്റിരുന്നു. അടുത്തു ചെന്നതും തല താഴ്ത്തിക്കൊണ്ട് പകയോടെ കടുവ എൻ്റെ നേരെ കുതിച്ചു. ഞാൻ രണ്ടാമതും വെടിവെച്ചു. എന്നിട്ടും ചെവികൾ വിടർത്തി പല്ലിളിച്ച് കടുവ എൻ്റെ നേർക്ക് തിരിഞ്ഞു. ഞാൻ പരിഭ്രമിച്ചു. തിരകൾ തീർന്നിരിക്കുന്നല്ലോ. ഭാഗ്യം, രക്ഷപ്പെടാനാവണം. കടുവ കുത്തനെയുള്ള മലയുടെ നേർക്ക് തിരിഞ്ഞു. തഹസീൽദാർ, തോക്ക് കൊണ്ടുവരൂ, എൻ്റെ തിരകൾ തീർന്നു. പക്ഷെ ഭയന്നുപോയ അയാൾ അനങ്ങിയില്ല. ഞാൻ തഹസീൽദാരുടെ തോക്ക് പിടിച്ചു വാങ്ങി തിരിച്ചോടി നിന്ന സ്ഥലത്തെത്തി. അതാ അത് വീണ്ടും വരുന്നു. അതൊരു പഴഞ്ചൻ തോക്കായിരുന്നു. കടുവയും ഞാനും തമ്മിൽ ഇപ്പോൾ അകലം വെറും 20 അടി മാത്രം. അതിൻ്റെ വായിൽ ഉമിനീർ വെള്ളിമണി പോലെ തിളങ്ങി. അതെൻ്റെ നേർക്ക് കുതിച്ചു. ഒന്നുകിൽ ഇവൻ, അല്ലെങ്കിൽ ഞാൻ. വായിൽ കണ്ട വെള്ളിമണിയിലേക്ക് ഞാൻ നിറയൊഴിച്ചു. ആ പഴഞ്ചൻ തോക്കിൽ നിന്നുള്ള വെടി തറച്ചത് കാലിലാണെങ്കിലും കടുവ മൂക്കും കുത്തി വീണു. ഓ, രക്ഷപ്പെട്ടു. തോക്കുകളും കോടാലികളും വാളുകളും കുന്തങ്ങളും കൊണ്ട് ഗ്രാമീണർ ആവേശത്തോടെ ഓടി വന്നു. നിങ്ങൾക്കിനി സമാധാനമായി ഉറങ്ങാം. ഓ, നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ 436 പേരുടെ ജീവൻ അപഹരിച്ച ചമ്പാവതിയിലെ നരഭോജിയുടെ അവിശ്വസനീയമായ കഥ അവസാനിച്ചു.